വണ്ടർസ്കേപ്പിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പോണത് സൗത്ത് ഇംഗ്ലണ്ടിന്റെ കോസ്റ്റൽ ഏരിയയിലേക്കാണ്. ജുറാസിക് കോസ്റ്റ് എന്ന് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് ഇംഗ്ലണ്ടിലെ എക്സ്മൗത്ത് എന്ന് പറഞ്ഞ സ്ഥലം മുതൽ ഡോർസെറ്റ് എന്നുള്ള സ്ഥലം വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഏരിയയാണ്. ഏകദേശം 96 മൈൽ ദൂരമുണ്ട് ആ ഫുൾ ഏരിയ. അതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജുറാസിക് കാലങ്ങളിൽ ഉള്ള കുറേ ഫോസിൽസും ഒക്കെ അവിടുത്തെ ആ റോക്ക് ഫോർമേഷനിൽ കാണാമെന്നാണ് പറയണത്. ഏതാണ്ട് 185 മില്യൺ കൊല്ലങ്ങളോളമുള്ള ജിയോളജിക്കൽ കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അതിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പോണ വഴിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ ഇന്നലെ രാത്രി ബാത്തിന്റെ അടുത്തൊരു സ്ഥലത്താണ്, ഒരു ചെറിയൊരു ടൗണിലാണ് താമസിച്ചത്. അപ്പോൾ ഈ സ്ഥലത്തുനിന്ന് ഇപ്പോൾ നമ്മൾ പോകാൻ പോണ സ്ഥലം ജുറാസിക് കോസ്റ്റ് ഒരു 50 മൈലുണ്ടെന്നാണ് കണ്ടത്. 1.5-2 മണിക്കൂർ എടുക്കും. പക്ഷേ വെതർ അത്ര സുഖമില്ല ഇന്ന് കുറച്ചിങ്ങനെ മഴയും അല്ലെങ്കിൽ ക്ലൗഡിയും ഒക്കെ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ ക്ലിയർ അപ്പ് ആവാനും സാധ്യതയുണ്ട്. ഇവിടുത്തെ വെതർ ഏത് സമയം വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. അപ്പോൾ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കെങ്കിലും കുറച്ച് ക്ലിയർ ആയി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടും. നല്ല വ്യൂ പോയിന്റ്സ് ആണ് അവിടെ എന്ന് പറഞ്ഞു. വെയിൽ വന്നു എന്താ സന്തോഷം. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൊന്നും ഞങ്ങളൊന്നും കാണാനില്ല കേട്ടോ, ഇരുട്ട് തന്നെയാണ്. നല്ല വെയിൽ. അപ്പോൾ നമ്മൾ സ്റ്റഡ്ലൻഡിലെ ഒരു ബീച്ചിൻ്റെ സൈഡിലാണെന്ന് പറയാം നിൽക്കുന്നത്. ഒരു ബീച്ച് റെക്രിയേഷൻ ഏരിയ. ആൾക്കാരൊക്കെ ധാരാളം ഇവിടെ വന്ന് ഇരുന്ന് ചാരുകസേലയൊക്കെ ഇട്ട് കാറ്റത്തോ അല്ലെങ്കിൽ വെയിലും കൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പുറത്ത് കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്. കുറേ പേര് യാറ്റൊക്കെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ബോട്ട്സിൽ റോ ചെയ്യുന്നുണ്ട് ചിലരൊക്കെ. നല്ലൊരു ഫീലാണ്. കുറ്റിക്കാടാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം. കുറേ കുറ്റിക്കാട്, അതെനിക്ക് തോന്നുന്നു നാഷണൽ ട്രസ്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ്. കുറേ വണ്ടികൾ പാർക്ക് ചെയ്ത് കാണാം നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ. അപ്പോൾ ഈ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് സൈക്കിളും അവരുടെ ബോട്ടും ബാർബെക്യൂനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്ന് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഫുട്ബോള്, വെള്ളത്തിൽ ചാടുന്നു, പിന്നെ നടക്കാൻ പോകുന്നുണ്ട്. കുറച്ചപ്പുറത്ത് നിറച്ച് സൈക്കിൾ പാർക്സ് ഉണ്ട്. കുറേ പേരിങ്ങനെ സൈക്കിൾ ചെയ്യണ കണ്ടു ഞങ്ങൾ വരുന്ന വഴിക്ക്. റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ റിലാക്സ് ചെയ്യണമല്ലോ. നമ്മളെ ഉദ്ദേശം ഒരു ദിവസത്തിൽ മാക്സിമം സ്ഥലം കാണലാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അധികം സമയം ചെലവാക്കുന്നില്ല. ഞങ്ങളിനി അടുത്ത സ്പോട്ടിലേക്ക് ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ ഇവിടെ സ്പോട്ട്സ്, അപ്പോൾ കഴിയുന്നത്ര കവർ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ സ്റ്റഡ്ലൻഡ് ബേനോട് ബൈ ബൈ. അപ്പോൾ സ്റ്റഡ്ലൻഡിൽ നിന്ന് നമ്മളിപ്പോൾ ഹാരീസ് ഓൾഡ് റോക്ക് എന്ന് പറഞ്ഞൊരു പോയിന്റിലേക്കാണ് പോണത്. സ്റ്റഡ്ലൻഡിൽ നിന്ന് 2 മൈലോളാണ് ദൂരം. നല്ല വ്യൂ പോയിന്റാണ് അതെന്ന് പറഞ്ഞു. പാറക്കെട്ടിൻ്റെ മുകളിൽ നിന്ന് കടലിലേക്കുള്ള വ്യൂ അടിപൊളി വ്യൂ ആണെന്നാണ് വായിച്ചത് 1-2 ബ്ലോഗ്സിലും ഇതിലൊക്കെ. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താ അവിടുത്തെ കഥ എന്ന്. അവിടെ ചെന്നിട്ട് കാണാം. പിന്നെ കാർത്തിക പറഞ്ഞു ജോഗ്രഫി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാവണം. എന്തായാലും നോക്കാൻ പോയിട്ട്. അപ്പോൾ നമ്മൾ ഓൾഡ് ഹാരി റോക്സിലേക്ക് പോകാനുള്ള ഒരു നടത്തത്തിലാണ്. കാറ് കുറച്ച് ദൂരം പാർക്ക് ചെയ്തിട്ട് വേണം പോവാൻ. ഒരു വീടും ഇതൊക്കെ കാണാനുണ്ട്.
1 മൈൽ ദൂരമാണ് നടക്കാറ്. നടന്ന് നോക്കാം. നല്ല ഭംഗിയുള്ള നാട്ടുവഴി. ഇവിടെയൊക്കെ ഇതാ ഉറവ് പോലെയൊക്കെ കാണാണ്ട്. കേറ്റാണ്. കാലാവസ്ഥ വലിയ കുഴപ്പമില്ല, വെയിലും ഇല്ല മഴയില്ല. ഇതേ ഒരു പട്ടി വരുന്നുണ്ട് നമ്മുടെ അടുത്തേക്ക്. കണ്ടോ, നല്ല കമ്പുകൾ കൂട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ഇതാ അപ്പുറത്തതാ കടൽ. റോഡിൻ്റെ സൈഡിലിതാ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കടിത്തൂവല്ലേ നമ്മുടെ നാട്ടിലെ, അതന്നെ തോന്നുന്നുണ്ട്. അറിയാണ്ട് എൻ്റെ കൈയൊന്ന് തമ്മിൽ കൊണ്ടു, അപ്പോൾ കൈ ചൊറിയണു. ഒരുപാട് കാട്ടുചെടികളൊക്കെ കാണാറുണ്ട്, നല്ല കളർഫുൾ. പൂമ്പാറ്റകൾ, പക്ഷികൾ. ഇതാ ഇങ്ങനെ കുറേ ട്രെയിൽസ് ഉണ്ട്, വാക്കിംഗ് ട്രെയിൽസ്. നടന്ന് പോയി നോക്കാം എന്തൊക്കെയുള്ളത്. നാഷണൽ ട്രസ്റ്റിൻ്റെ ആണ് ഒക്കെ. സൈക്കിളിനൊന്നും പറ്റിയ വഴിയല്ല, പക്ഷെ നടക്കാൻ പറ്റിയ വഴിയാണ് അത് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. ഇവിടെ ആൾക്കാരുടെ വിനോദമാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നടക്കും, സൈക്കിൾ ചെയ്യും, ഓടും. അറ്റത്തെത്തി തോന്നണു. പുൽമേടുണ്ട് ഇവിടെ. കുറേ ബാൻസ്വാലോസിനെ കാണാനുണ്ട്. ബേർഡിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്. നിറച്ച് ഗ്രാസ് ലാൻഡ് ആയ കാരണം ഒരുപാട് ബേർഡ്സൊക്കെ ഉണ്ടാവും, ഗ്രാസ് ലാൻഡ് ബേർഡ്സൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ ഈ ട്രിപ്പിൽ ബേർഡിങ് ഒരു പ്രയോറിറ്റി ആയി എടുത്തിട്ടില്ലാത്തതുകൊണ്ട് തൽക്കാലം അതിലേക്ക് അധികം ശ്രദ്ധ വയ്ക്കണില്ല. യെസ്, നമ്മളിതാ ഇവിടെ എത്തിയിരിക്കുന്നു. ആഹാ, എന്താ ഭംഗി! വാവ്, നോക്കൂ, എന്താ രസം! ഈ കാണുന്നതൊക്കെ ചോക്ക് ക്ലിഫ്സ് ആണെന്നാണ് തോന്നുന്നത്. എത്ര കാലം പഴയതാവൂല ഈ മലകളും അല്ലെങ്കിൽ ഈ റോക്സൊക്കെ. ഇപ്പുറത്തെ പിന്നെതാ കടലെന്നെ കടലെന്നെ കടലെന്നെ. ഇത് കുറച്ച് കടലിലേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കണ ഒരു മുനമ്പ് പോലെയാണ്. ഇതാ അവിടെയും കണ്ടില്ലേ, ഇതാ കുറേ പാറകൾ കാണാം. ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, ഇത് അപ്പുറത്തും ഉണ്ട് പാറകള്. അപ്പോൾ ആകപ്പാടെ നല്ലൊരു വ്യൂ ആട്ടോ. അപ്പോൾ ഇതാണ് ഓൾഡ് ഹാരിസ് റോക്ക്. ഇത് ഓൾഡ് ഹാരിസ് റോക്കാണ്. ഞാൻ ഇവിടെ 10 പഠിക്കപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ റോഷനുള്ള ഒരു എക്സാമ്പിൾ പഠിച്ചതാണ്. അപ്പോൾ അത് പഠിച്ച കാര്യം ഇങ്ങനെ കാണാൻ ഒരു നല്ല രസമുണ്ട്. ഇപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തോടത്തുനിന്ന് ഏകദേശം ഒരു 10-20 മിനിറ്റ് നടക്കണം ഈ ഓൾഡ് ഹാരിസ് റോക്കിലേക്ക് എത്താൻ. പക്ഷെ നല്ല രസകരമായ അല്ലെങ്കിൽ പ്ലസൻ്റ് വാക്കാണ് കേട്ടോ. നല്ല കാറ്റും, ഇപ്പം വെയിലൊന്നുമില്ല, അതുകൊണ്ട് നല്ല സുഖമായിട്ട് നടക്കാം. ക്ഷീണമൊന്നും അറിയില്ല. തിരിച്ച് കാർ പാർക്കിൻ്റെ അവിടെ എത്തി. ഇവിടെ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ട്. എനിക്ക് ചായ കാപ്പിയോ സ്നാക്സോ ഒക്കെ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ അപ്പുറത്ത് അവരുടെ ഒരു ഗാർഡൻ കൈൻഡ് ഓഫ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഓസിന് ഇവിടെ ഇരുന്ന് കഴിക്കണ്ട,
ഞങ്ങളുടെ അടുത്തുനിന്ന് വല്ലതും വാങ്ങുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. ഞങ്ങൾ എന്തായാലും പോട്ടെ. ഞങ്ങൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ നടത്തുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും നാഷണൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു NGO ആണ്. അവർക്കും ഇവിടെ ഒരു ബൂത്തുണ്ട്. അവരാണ് ഇവിടുത്തെ പാർക്കിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് മെമ്പറാവാം. ഞങ്ങൾക്ക് ഒരു ഫ്രണ്ട് മെമ്പറാകുന്നു. അപ്പോൾ അവരുടെ കാർഡ് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഫ്രീ പാർക്കിംഗ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മെമ്പറായി ഇവിടെ ചെയ്യാം. നല്ല രസമുള്ള വഴികൾ. അവിടെ കണ്ടു ദൂരെ ഒരു കാസിലിൻ്റെ റിമെയിൻസ് കാണാം. കോർഫെ എന്ന് പറഞ്ഞ ഒരു കാസിലിൻ്റെ റിമെയിനാണത്. നമ്മൾ നോക്കണ്ട അവിടേക്ക് പോവാൻ. പാർക്കിംഗ് ഒക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ പോവാം. കയറി പോണം. മലമുകളിലെ ഒറ്റയടിപ്പാത. റോഡിന്റെ സൈഡിൽ കൂടെയാണ് നടക്കുന്നത്. കയറ്റം കയറ്റം കയറ്റം. ദേ ഇവിടെ ആക്ച്വലി നമ്മുടെ നാട്ടിൽ കാണുന്ന പോലത്തെ കാക്കല്ല, ഇവിടെ കാണുന്ന ഒരു കാക്കതാ പറന്നുപോയി. ഇപ്പോൾ വ്യൂ ഒക്കെ നല്ല രസമുണ്ട്, നല്ല അടിപൊളി വ്യൂ. വഴി ഇങ്ങനെ ഇതാ താഴെയൊക്കെ നോക്കുമ്പോൾ പേടിയാവുന്നേ ഉള്ളൂ. കണ്ടുവോ? ഉരുണ്ട് വീണ നേരെ റോട്ടിലേക്ക് വീഴാം. അതാ അവിടെ ഇങ്ങനെ അടുത്തായിട്ട് പഴയൊരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങി. ഈ കോട്ടയുടെ അധികം ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല, ഒന്നും നോക്കി വെച്ചിട്ടില്ല. ഒരു അൺപ്ലാൻഡ് സ്റ്റോപ്പായിരുന്നു ഇതെന്ന് പറയാം. അതവിടെ കുറച്ച് സ്ഥലത്ത് മാത്രം ഇത് അങ്ങനെ വളച്ച് കെട്ടി ഒരു വേലി പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം എത്താറായി തോന്നുന്നുണ്ട്. ഇനി അവിടെ മുകളിൽ ചെന്ന് നോക്കാം എന്താന്നുള്ളത്. ഓ, ഇവിടെ ഒരു ടൗൺ ഉണ്ട് തോന്നുന്നുണ്ട്, കോർഫെ ടൗൺ. കണ്ടോ ഒരു പാലം, പഴയ കാലത്തെ. വെള്ളമൊന്നും കാണാനില്ല അടിയിൽ. പണ്ട് പുഴ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. ഗേറ്റ് തുറക്കട്ടെ. ഇതാണ് കോട്ടവാതിൽ. ഓഹോ, ഇവിടെ പട്ടികളൊക്കെ കൂടി ലഹളമയം. ഒരു പഗ്ഗ അതിനെ പേടിപ്പിച്ചു. ഇതാ നമ്മുടെ കോർഫെ കാസൽ റൂയിൻസ്. വെക്കേഷൻ സീസൺ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. കുട്ടികളൊക്കെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഫാമിലി ഇതാണ്. ഇത് ഇവിടെ ഒരു മിഡീവിയൽ ഏജസ് ആണ്. അപ്പോൾ ഭയങ്കര ആക്ടിവിറ്റിയാണ് ഇവിടെ. ഫാമിലി കുട്ടികൾ വന്നിട്ട് പാട്ട്, ഡാൻസ്, കുട്ടികൾ സ്വേളിങ് ചെയ്യുന്നു. ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. നമ്മൾ ഒരു പഴയ ഒരു കാസലിൻ്റെ റൂയിൻസിൻ്റെ താഴെ അവരെല്ലാവരും പിള്ളേരൊക്കെ പല ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസും. നമ്മൾ ഇന്ത്യയിലൊന്നും ഇങ്ങനെ ഇത്ര പിള്ളേരെന്നെ കാണില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനത്തെ വല്ല മോണ്യുമെൻറ്റ്സിലോ, രണ്ടാമത് ഉണ്ടെങ്കിലും ഇങ്ങനെ ആക്ടിവിറ്റീസും ഒന്നും ഉണ്ടാവില്ല. കുട്ടികളെ എൻഗേജ് ചെയ്യാനും അതിൻ്റെ കൂടെ മിക്കവാറും അവരെ ഹിസ്റ്ററിയും അവരിവിടുത്തെ കൾച്ചറും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവും. അതാണ് ആ ഒരു നമ്മൾ കണ്ട മിഡീവിയൽ ഡ്രസ്. ഒരു ഭയങ്കര ഫീലിംഗാണ്. ഞങ്ങൾ ആദ്യം ഇത് കയറണ്ടെന്നാണ് വിചാരിച്ചത്. പാർക്കിംഗ് കുറച്ച് ബുദ്ധിമുട്ടി, പിന്നെ മുകളിലേക്കൊക്കെ കയറണം. പക്ഷെ ഇവിടെ വന്നത് നന്നായി. ഒരു ഡിഫറെൻ്റ് ഇതാണ്. അതെ, ബാക്ക്ഗ്രൗണ്ടിൽ
കാസലിൻ്റെ റൂയിൻസ്. ഇതൊരു ബ്രിഡ്ജാണ്, മോട്ടുണ്ട്. എന്താ രസം. അത് ഫസ്റ്റ് ലെവൽ ഡിഫൻസ്, അവിടുത്തത് ഇത് സെക്കൻഡ് ലെവൽ ഡിഫൻസ്. പണ്ട് ഇതിലൊക്കെ ചിലപ്പോൾ വെള്ളമായിരുന്നുണ്ടാവാം, അറിയില്ല. അപ്പുറത്ത് നല്ല വ്യൂ ആട്ടോ. ഗേറ്റ് ഹൗസ് ആണിത്. കാവൽക്കാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നിരിക്കാം. അത്ര അങ്ങനെ കുത്തനുള്ള കയറ്റമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം ആയാസം ഉണ്ട് കയറാൻ. നാല് പാടും ഇങ്ങനത്തെ ഭംഗിയുള്ള കാഴ്ചയാണ്. അതിപുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കോർഫെ. 6000 BC മുതൽ തന്നെ ഇവിടെ ആളുകൾ ജീവിച്ചിരുന്നതിൻ്റെ തെളിവുണ്ട്. പിന്നെ കെൽട്ടിക്സ്, റോമൻ, വൈക്കിംഗ്, സാക്സൺസ്, നോർമൻസ് തുടങ്ങിയ എല്ലാവരും ഇവിടെ താമസിച്ചിരുന്നു ഓരോരോ കാലത്തിൽ. ഈ കോർഫെ കാസിൽ AD 1090 ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ 1100 കാസിൽ വീണ്ടും വിപുലീകരിച്ചു. മെഡീവിയൽ കാലഘട്ടത്തിൽ മുഴുവൻ ഇതൊരു റോയൽ കാസിലായിട്ടാണ് പ്രവർത്തിച്ചു വന്നതും. പിന്നെ 1640കളിലെ സിവിൽ വാറിലാണ് ഈ കാസിൽ ആക്രമിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായി. പിന്നെ പാർലമെൻറ്റിൻ്റെ ഒരു ആക്ട് പ്രകാരം ഈ കാസിൽ ഉള്ളെന്ന് തന്നെ എൻജിനീയേഴ്സ് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഈ കാസിൽ ഇങ്ങനെ റൂയിൻ ആവാനുള്ള കാര്യം. ഇപ്പോൾ ഏകദേശം 1000 കൊല്ലം പഴക്കമുള്ള ഒരു കാസിലാണിത്. ഞങ്ങൾ ഉള്ളിൽ കയറണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരണം എന്നൊന്നും വിചാരിച്ചതല്ല ഒറിജിനലി. പക്ഷെ കണ്ടപ്പോൾ നല്ല രസം തോന്നി, അങ്ങനെ വന്നതാണ്. നല്ല വ്യൂ ആണ്, വേർത്ത് വിസിറ്റ്. ഇന്ന് ഞങ്ങൾ പാക്ക് ലഞ്ചായിട്ട് സാൻഡ്വിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിലൊരു വണ്ടിയിലിരുന്ന് കഴിക്കാം, അങ്ങനെ കഴിക്കാം, സമയം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. 2 മണി ആവാറായി, വിശക്കാൻ തുടങ്ങി എല്ലാവരും. ഇനി ഇവിടുന്ന് നമ്മൾ പോണത് ബിൽവോത്ത് കോവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അതൊന്നും പോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു. പോയി നോക്കാം. മസ്റ്റ് സീ സൈറ്റ് ഓഫ് ജുറാസിക് കോസ്റ്റ്. നമ്മളിതാ ബിൽവോത്ത് കോവിൻ്റെ അവിടേക്ക് എത്താറായി. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. ഓക്കെ, അതുവരേക്കും ബൈ.